ചെറുപ്പകാലം തൊട്ടേ എൻ്റെ കൂടെ ഒരു കൊന്ത ഉണ്ടാവും. അത് ഒരു ഭയങ്കര ഒരു ശക്തിയാണ്. അങ്ങനെ ഞാൻ സ്ട്രഗിളിങ്ങിൽ എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടായിരുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് എൻ്റെ അപ്പച്ചൻ എനിക്ക് സൈക്ലിങ് പഠിപ്പിച്ചത്. എൻ്റെ അപ്പച്ചൻ്റെ നിർബന്ധം കൊണ്ടാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റും. ഞാനിപ്പോൾ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം. എനിക്കിപ്പോൾ ഒരു നോർമൽ സൈക്കിൾ, എല്ലാവരും ചവിട്ടുന്ന പോലത്തെ ഒരു നോർമൽ സൈക്കിൾ എനിക്കിപ്പോൾ ചവിട്ടാൻ പറ്റും. ഞാൻ സൈക്ലിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു സത്യം പറഞ്ഞാൽ നാട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. സാധാരണ കുട്ടികളെ പഠിപ്പിക്കാൻ എടുക്കുന്നതിനേക്കാൾ ഒരുപാട് ടൈം എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയാണെങ്കിലും എന്നെ പഠിപ്പിച്ചെടുത്തു. അതുപോലെ തന്നെ എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചു. എന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. അപ്പോഴും ചുറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഈ കൊച്ചിന് ലൈസൻസ് കിട്ടുമല്ലേ, ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചുറ്റുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എൻ്റെ അപ്പൻ്റെ ആ ഒരു വിൽ പവർ കൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് നീന്താൻ സാധിക്കും, എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും. ലൈസൻസിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്തതായിരുന്നു. പക്ഷേ ആ സമയത്തെ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും എനിക്കിപ്പോഴും ഓടിക്കാൻ സാധിക്കും. ഉണ്ട് അങ്ങനത്തെ സാധാരണക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ അമ്മയൊക്കെ എന്നെ ഒരു കാര്യത്തിൽ മാറ്റി നിർത്തില്ല. കിച്ചണിലാണേലും എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അമ്മച്ചിയുടെ ഒപ്പം തന്നെ നിന്ന് ചെയ്യും. ഞാൻ കത്തി ഉപയോഗിച്ച് തന്നെ ഉള്ളിയൊക്കെ പൊളിക്കും, പച്ചക്കറിയൊക്കെ അരിയും. എനിക്കങ്ങനെ ഒരു കുറവുള്ളതായിട്ട് എന്നെ കൊണ്ട് തോന്നിപ്പിക്കാത്ത വിധത്തിലാണ് എന്നെ ഇതുവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഈശോ ഓരോരുത്തരും എൻ്റെ ലൈഫിലേക്ക് എനിക്ക് തന്നത്. പോയി ചേർന്നത് ഒരു ഗേൾസ് ഒൺലി കോളേജിലായിരുന്നു. അപ്പോൾ ആ ഒരു കോളേജ് കാലഘട്ടം എൻ്റെ ചിന്താഗതി ഒരു പരിധിവരെ മാറാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് എൻ്റെതായ ചിന്തകളൊന്നും എങ്കിലും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ പിന്നെ PG ഞാൻ MSW ആണ് എടുത്തത്. MSW ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു കോഴ്സാണ്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും സന്തോഷം, നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മറ്റ് കഴിവുകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ സോഷ്യൽ വർക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെനിക്ക് ലൈഫിൽ മേ ബി എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടാവുമായിരിക്കും എന്ന ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയി MSW കോഴ്സ് എടുക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് എന്നെ ശരിക്കും മാറി ചിന്തിപ്പിച്ച ഒരു സംഭവം എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. ഞങ്ങളുടെ കോളേജിൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്, വീൽ ചെയറിലും അല്ലാതെ. ഒരു ദിവസം ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ കൂട്ടത്തിലെ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് നല്ല സ്റ്റൈലായിട്ടൊക്കെ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. ചേട്ടൻ കൊള്ളാമല്ലോ, നല്ല സ്റ്റൈലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, ആക്ച്വലി ഇത് സ്റ്റൈലല്ല, പുള്ളിയുടെ മുടി വെട്ടണം എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മാത്രം സമയവും സൗകര്യവും നോക്കിയാൽ പോരാ, പുള്ളിയുടെ കൂടെ വരാൻ ഒരാളുടെ സമയം നോക്കണം, പിന്നെ കൊണ്ടുപോകാനുള്ള ഒരാളുടെ സമയം നോക്കണം, പിന്നെ അതുപോലെ മുടി വെട്ടുന്ന കടയിലെ അവിടുത്തെ ആളുടെ സമയം നോക്കണം. ഇവരുടെ 3 പേരുടെയും സമയവും സൗകര്യം ഒരുപോലെ ഒത്തു വന്നാലേ എനിക്ക് എൻ്റെ മുടി വെട്ടാൻ പറ്റുള്ളൂ എന്ന് അന്ന് ആ ഒരു ചേട്ടൻ പറഞ്ഞപ്പോൾ അതെന്നെ ശരിക്കും മാറി ചിന്തിപ്പിച്ചു. അത്രയും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള ഭക്ഷണം എനിക്ക് കഴിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് നമ്മൾക്ക് മനസ്സിലുള്ള കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് പാട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ദൈവം എത്രത്തോളം അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആ സമയത്താണ് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത്. എനിക്ക് ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ എത്രയോ കാലഘട്ടവും എൻ്റെ എത്രയോ അവസരങ്ങളുമാണ് ഞാൻ വെറുതെ എൻ്റെ ഒരു ചിന്താഗതി കൊണ്ട് മാത്രം, എൻ്റെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒറ്റൊരു കാരണം കൊണ്ട് മാത്രം ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം ഞാൻ ആ സമയത്താണ് ഞാൻ തിരിച്ചറിഞ്ഞത്.